സംഘർഷത്തിന്റെ കരിനിഴലിന് പശ്ചിമേഷ്യയിൽ അയവ് വന്നിട്ടില്ല. നയതന്ത്ര നീക്കങ്ങൾ സജീവമായി തുടരുകയാണ്. ഈ വിഷയമാണ് യാ സലാം യാ സൗദി പരിശോധിക്കുന്നത്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലോക സാമ്പത്തിക മേഖലയെ മുൾമുനയിൽ നിർത്തി ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം തുടരുകയാണ്. ഇസ്ലാമാബാദിൽ നടന്ന അമേരിക്ക-ഇറാൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇറാനിയൻ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി US നാവികസേന ഉപരോധം കടുപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിനിടെ സൗദി വിദേശകാര്യമന്ത്രി UAE, കുവൈത്ത്, ഖത്തർ വിദേശകാര്യമന്ത്രിമാരുമായി ടെലഫോണിൽ ചർച്ച നടത്തി. ഫെബ്രുവരി 28-ന് സംഘർഷം തുടങ്ങിയതിനു ശേഷം രണ്ടാം വട്ടവും സൗദി വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തിയത് നയതന്ത്ര ബന്ധങ്ങൾ ശക്തമായി തുടരുന്നു എന്നതിൻ്റെ സൂചനയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 1/3 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് വെറുമൊരു ജലപാതയല്ല, മറിച്ച് ലോകമഹായുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു തർക്കഭൂമിയായി മാറിയിരിക്കുന്നു. ഏപ്രിൽ 13-ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഹോർമൂസ് കടലിടുക്കിലെത്തി ഇറാൻ തുറമുഖത്തേക്ക് പോകുന്ന കപ്പലുകളെ തടയുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഹോർമൂസ് സംഘർഷഭരിതമായത്. ഇതുവരെ 13 കപ്പലുകളെ മടക്കി അയച്ചതായും അമേരിക്കൻ സൈന്യം അവകാശപ്പെടുന്നു. കടലിടുക്കിൽ ഇറാൻ നിക്ഷേപിച്ച കടൽ മൈനുകൾ കപ്പൽ ഗതാഗതം അസാധ്യമാക്കിയിരിക്കുന്നു. ഇതുവരെ 22 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. 12 നാവികർക്ക് ജീവൻ നഷ്ടമായി. ഹോർമൂസ് അടഞ്ഞാൽ ലോകം ദുരിതത്തിലാകും. ക്രൂഡ് ഓയിൽ വില ബാരലിന് $126 കടന്നു. ഇത് $160 എത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യയിലേക്കുള്ള ഇന്ധനത്തിന്റെ വലിയൊരു ഭാഗം ഹോർമൂസ് വഴിയാണ് വരുന്നത്. ഫെബ്രുവരി 28-ന് തുടങ്ങിയ പശ്ചിമേഷ്യൻ സംഘർഷം 2 ആഴ്ച താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കാലാവധി അവസാനിക്കാൻ ബാക്കിയുള്ളത്. ഇതിനിടെ ഇറാനും അമേരിക്കയും പാകിസ്ഥാനും മധ്യസ്ഥതയിൽ 1ാം വട്ട ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. 2ാം വട്ട ചർച്ചകൾക്കുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നുണ്ടെങ്കിലും സ്ഥലമോ സമയമോ തീരുമാനിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഹോർമൂസ് കടലിടുക്കിൽ എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷ നിലനിൽക്കുന്നത്. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ UAE, ഖത്തർ, കുവൈത്ത് വിദേശകാര്യമന്ത്രിമാരുമായി സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ ടെലിഫോണിൽ ചർച്ച നടത്തി. കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ജറഹ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹുമായി ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളും നിലവിലെ പ്രതിസന്ധികൾ ലഘൂകരിക്കാനുള്ള നീക്കങ്ങളും ചർച്ച ചെയ്തു. UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ, ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി എന്നിവരെയും പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ ഫോണിൽ വിളിച്ച് ആശയവിനിമയം നടത്തി. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനായുള്ള സംയുക്ത ശ്രമങ്ങളുടെ തുടർച്ചയാണ് ചർച്ച. നിലവിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്താനും ഏകാഭിപ്രായത്തോടെ മുന്നോട്ടു പോകാനും നേതാക്കൾ ധാരണയായി. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ നടത്തുന്ന നയതന്ത്ര ഇടപെടലുകളുമായാണ് അയൽ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ചർച്ച. ഇസ്ലാമാബാദിൽ നടന്ന ചതുരാഷ്ട്ര മന്ത്രിതല ചർച്ചകൾ പാകിസ്ഥാന് പുറമെ തുർക്കിയും ഈജിപ്തും സൗദി അറേബ്യയും പങ്കെടുത്തിരുന്നു. ഇത്തരത്തിൽ നയതന്ത്ര നീക്കങ്ങൾ സജീവമാണ്.
അതിനിടെ ചൈനയും റഷ്യയും അവരുടെ നിലപാടുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. കടലിടുക്ക് പൂർണ്ണമായി തുറക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ ഉപരോധം നീക്കണമെന്ന് ഇറാൻ ഉന്നയിക്കുന്നു. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യണമെന്നതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രധാന ആവശ്യം. നിലവിലെ വെടിനിർത്തൽ 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ പാകിസ്ഥാൻ സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ പുകയുന്ന തീ അണയ്ക്കേണ്ടത് മാനവരാശിയുടെ ആവശ്യമാണ്. സമാധാന ചർച്ചകൾ വിജയിക്കുമോ അതോ ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റിയാദിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ ഖാൻ സൗദി അറേബ്യയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ആത്മസംയമനവും ഐക്യദാർഢ്യവും മാതൃകാപരമാണെന്നും അംബാസിഡർ പറഞ്ഞു. റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ കേന്ദ്രങ്ങളിലും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ എന്നും സൗദിക്കൊപ്പം ഉറച്ചു നിൽക്കും. സൗദി നേരിടുന്ന ആക്രമണങ്ങളെ അംബാസിഡർ ശക്തമായി അപലപിച്ചു. മേഖലയിൽ സമാധാനവും ചർച്ചകളും പ്രോത്സാഹിപ്പിക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും അംബാസിഡർ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇസ്രായേൽ ലെബനനിൽ തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കുക എന്നിവ കേന്ദ്രീകരിച്ചാണ് വെടിനിർത്തൽ കരാർ തുടരാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ബാധകമല്ലെന്ന നിലപാട് സ്വീകരിച്ചാണ് ഇസ്രായേൽ ലെബനൻ ആക്രമണം തുടരുന്നത്. എന്നാൽ ലെബനൻ ഇസ്രായേൽ പ്രതിനിധി സംഘം അമേരിക്കയിൽ നടത്തിയ ചർച്ചയിൽ ആക്രമണം അവസാനിപ്പിക്കാൻ ധാരണയായത് സംഘർഷം അയവ് വരുത്താൻ സഹായിക്കും. നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ സയ്യിദ് അസീം മുനീർ ഏപ്രിൽ 15-ന് ഉന്നതതല പ്രതിനിധി സംഘത്തോടൊപ്പം ടെഹ്റാൻ സന്ദർശിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനുമാണ് സന്ദർശനം. അമേരിക്കയുടെ സമാധാന സന്ദേശം ഇറാന്റെ നേതൃത്വത്തിന് കൈമാറുകയും ഇസ്ലാമാബാദിൽ രണ്ടാം വട്ട ചർച്ചകൾക്ക് രൂപരേഖ തയ്യാറാക്കുന്നതിനുമാണ് സന്ദർശനം. ഇതിനു പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നയതന്ത്ര ചർച്ചകൾക്കായി സൗദി അറേബ്യയും